ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ക്രിയേറ്റേഴ്സും ഈ വരുന്ന ഡിസംബർ സെക്കൻഡ് വീക്കോട് കൂടി നിങ്ങളുടെ ചാനലിൽ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ആഡ്സെൻസിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഇപ്രകാരം ഒരുപാട് ചാനലുകൾക്ക് ഇവിടെ ആഡ്സെൻസിൽ നിങ്ങൾ കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തേണ്ടതായി വരും. എല്ലാ ക്രിയേറ്റേഴ്സും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വരുന്ന റവന്യൂ എല്ലാം കുറയാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് ആഡ്സെൻസിൽ ചെക്ക് ചെയ്യേണ്ടതായ കാര്യമെന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ഏണിങ്സ്, അതുപോലെ ലാസ്റ്റ് പേയ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാമാണ് ലഭിക്കുക. ഇതിന് താഴെയായി നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ഇൻഫോ എന്നൊരു ടാബ് വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പേജാണ് ലഭിക്കുക. ഇവിടെ ഈ ഒരു പേജ് ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. ഇപ്രകാരം ഡ്രോപ്പ് ഡൗൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാനേജ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ മാനേജ് ടാക്സ് ഇൻഫോ എന്നൊരു ടാബ് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങൾ ഈ ഒരു ഫോം എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി ചെക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന US ടാക്സ് ഫോം ഇതിൻ്റെ എക്സ്പയറി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു ആഡ്സെൻസിൽ വന്നിരിക്കുന്നത് 2026 എക്സ്പയറി ഡേറ്റ് എല്ലാം വരുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് 2023 ഈ ഒരു ടാക്സ് ഫോം ഇതെല്ലാം എക്സ്പയർ ആകുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ആഡ്സെൻസിൽ ഇത് 2023 എക്സ്പയർ ആകുന്നത് എങ്കിൽ ഡിസംബർ 10 നിങ്ങൾ ഈ ഒരു US ടാക്സ് ഫോം വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ എക്സ്പയറി നിങ്ങൾക്ക് ഡിസംബർ 2023 ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ന്യൂ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫോം എല്ലാം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലെല്ലാമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്